ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് കടക്കാം. അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തന്നെ ഈ പാർട്ടിൻ്റെ ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എക്സ് പ്ലസ് എ എന്ന ലീനിയർ പോളിനോമിയലും എക്സ് പ്ലസ് ബി എന്ന വേറൊരു ലീനിയർ പോളിനോമിയലും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണത് എന്താ? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്ന് പറയുന്നത് ഇത് ഏത് പോളിനോമിയലാണ്? ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. രണ്ടാം കൃതി ബഹുപദമാണ്. ഇത് ഏത് കൃതിയാണ്? എക്സിൻ്റെ പവർ, എക്സിൻ്റെ മുകളിൽ എന്താ? എക്സ് റൈസ് ടു 1 ആണ്. ഇവിടെയും 1 ആണ്. ഇവിടെ ഏറ്റവും വലിയ പവർ ഏത്? എക്സിൻ്റെ 2. അപ്പോൾ ഇത് ഒന്നാം കൃതി പോളിനോമിയൽ, ഇതും ഒന്നാം കൃതി ബഹുപദം. അപ്പോൾ ഒന്നാം കൃതി ബഹുപദമായ എക്സ് പ്ലസ് എയും ഒന്നാം കൃതി ബഹുപദമായ എക്സ് പ്ലസ് ബിയും ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ടാം കൃതി ബഹുപദമായ എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി ആണ്. മനസ്സിലായല്ലോ? ഇനി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എക്സ് പ്ലസ് എ എന്ന ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലും എക്സ് പ്ലസ് ബി എന്ന് പറയണ വേറൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏത് ഡിഗ്രി പോളിനോമിയലാണ്? സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. എക്സ് സ്ക്വയർ ആണ്. ഇതിൽ എക്സിൻ്റെ ഹയസ്റ്റ് പവറിനെയാണ് ഡിഗ്രി എന്ന് പറയാം. അപ്പോൾ ഇതിൽ എക്സിന് 2 ആണ്. അപ്പോൾ അതൊരു സെക്കൻഡ് ഡിഗ്രി രണ്ടാം കൃതി ബഹുപദം, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഇതാണ് അതിൽ പഠിക്കാനുള്ളത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ആദ്യത്തെ പേജ് നമ്പർ 193 ഫസ്റ്റ് പ്രോബ്ലം എക്സ് പ്ലസ് 2, പേജ് നമ്പർ 193. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്ക് പകരം എന്താ? എക്ക് പകരം 2, ബിക്ക് പകരം 5. അപ്പോൾ ആദ്യം എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി 2 പ്ലസ് 5 എത്രയാ? 7. ഇനി അതൊന്നും ഞാൻ സെപ്പറേറ്റ് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, 10ൽ പഠിക്കുന്ന കുട്ടികളല്ലേ. അപ്പോൾ 2ഉം 5ഉം 2 പ്ലസ് 5 എന്നൊരു സ്റ്റെപ്പും കൂടി എഴുതണോ? വേണ്ടല്ലോ. അപ്പോൾ 2 പ്ലസ് 5 7 ഇൻറ്റു എക്സ് പ്ലസ് ഇനി അടുത്തത് എന്താ? 2 ഇൻറ്റു 5 എന്താ? 10. കിട്ടിയില്ലേ ആൻസർ? സിമ്പിളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5. ഇവിടെ എന്ത് വന്നു? മൈനസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എ എന്താണ്? എ 2 ആണ്. ബി എന്താണ്? ബി മൈനസ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്താണ്? എ പ്ലസ് ബി 2 പ്ലസ് മൈനസ് 5. അതായത് ഇവിടെ പ്ലസും മൈനസും വന്ന ഇവിടെ എന്താ കിട്ടുക? മൈനസ്. 2 മൈനസ് 5 എത്രയാണ്? 2 മൈനസ് 5 വലുതീന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, 5-ന്ന് 2 കുറച്ച് 5-ൻ്റെ ചിഹ്നം, 5-ന്ന് 2 കുറച്ചാൽ 3, 5-ൻ്റെ ചിഹ്നം നെഗറ്റീവ്. അപ്പോൾ എ പ്ലസ് ബി എന്ത് കിട്ടി? നെഗറ്റീവ് 3 കിട്ടി. ഇനി എ ബി എന്താണ്? 2 ഇൻറ്റു നെഗറ്റീവ് 5. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താ? നെഗറ്റീവ്. 2 ഇൻറ്റു 5 എത്രയാ? 10. അപ്പോൾ എ ബിയും കിട്ടി, എ പ്ലസ് ബിയും കിട്ടി. സംശയമൊന്നുമില്ലല്ലോ. എങ്ങനെ എ പ്ലസ് ബി കണ്ട? ബിയുടെ ഈ സൈൻ നമ്മൾ എടുക്കണം. മനസ്സിലായോ? ഇവിടെ നെഗറ്റീവ് വന്നാൽ ഈ നെഗറ്റീവ് നമ്മൾ എടുക്കണം. ഇനി നമുക്ക് എന്തെഴുതാം? ഇതിൻ്റെ ഇതെഴുതാം. ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി. എ പ്ലസ് ബി എന്താ അവിടെ? -3 ഇൻറ്റു എക്സ് പ്ലസ് എ ബി. എ ബി എന്താ? -10. ഇനി നമുക്ക് ഈ 2 ചിഹ്നങ്ങളുള്ളതൊക്കെ മാറ്റിക്കളയാം. 2 ചിഹ്നങ്ങൾ വന്ന എപ്പോഴും ഒരു ചിഹ്നമാക്കിയിട്ട് എഴുതാൻ നോക്കുക. അപ്പോൾ ഇവിടെ പ്ലസും മൈനസും, ഇവിടെയും പ്ലസും മൈനസാണ്. പ്ലസും മൈനസും വരുമ്പോൾ എന്താ? പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വരുമ്പോൾ ഇവിടെ നെഗറ്റീവാണ് വരിക. മനസ്സിലായല്ലോ? ഇത് പ്ലസും മൈനസും വരുമ്പോൾ എന്താ? മൈനസ്. ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 10. ഇതാണ് ആൻസർ. ഇതാണ് അടുത്ത പ്രോബ്ലം. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5. അപ്പോൾ ഇവിടെ എക്ക് പകരം എന്താ? എ സമം -2, ബി സമം 5. -2 മൈനസ് എഴുതാൻ അല്ലെങ്കിൽ -2 നെഗറ്റീവ് എഴുതാൻ മറക്കരുത്. ഇനി ഇവിടെ എ പ്ലസ് ബി എന്താണ്?
-2 + 5 -2 + 5 രണ്ട് വ്യത്യസ്ത ചിഹ്നത്തിലുള്ളത് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കൂട്ടുക? വലുതീന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം -2 + 5 5-ന്ന് 2 കുറച്ച് 5ൻ്റെ ചിഹ്നം എത്രയാ? 3. ഇനി അടുത്തത് എ ബി ആണ്. എ എന്ന് പറയുന്നത് -2 × 5 ഒരെണ്ണം നെഗറ്റീവ് ഒരെണ്ണം പോസിറ്റീവ്. ആൻസർ എന്ത് വരും? നെഗറ്റീവ്. ഇനി 5 × 2 എത്ര? 10. മനസ്സിലായല്ലോ? അപ്പോൾ എ പ്ലസ് ബിയും എ ബിയും കിട്ടി. ഇനി നമുക്ക് എന്ത് എഴുതാം? ഇതിൻ്റെ ഇക്വേഷൻ എഴുതാം. x² ഫസ്റ്റ് തന്നെ x² പ്ലസ് എ പ്ലസ് ബി എത്രയാ? 3 × x 3x പ്ലസ് എ ബി എത്രയാ? -10. അതായത് x² പ്ലസ് 3x പ്ലസും മൈനസും ഒരുമിച്ച് വരുമ്പോൾ എന്താ വരാ? -10. ഇതാണ് ആൻസർ. അടുത്ത പ്രോബ്ലം നോക്കിയേ. ഈ ഓരോ പ്രോബ്ലത്തിലും ഈ എക്സസൈസിലെ ആദ്യത്തെ പ്രോബ്ലത്തിൽ 2 നമ്പേഴ്സും എയും ബിയും പോസിറ്റീവായിരുന്നു. പിന്നത്തെ പ്രോബ്ലത്തിൽ എ പോസിറ്റീവ് ബി നെഗറ്റീവായിരുന്നു. പിന്നത്തെ പ്രോബ്ലത്തിൽ എ നെഗറ്റീവ് ബി പോസിറ്റീവായിരുന്നു. ഇനി ഈ പ്രോബ്ലത്തിൽ എയും ബിയും എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ -2 ബി എന്ന് പറയുന്നത് -5. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്താണ്? -2 പ്ലസ് -5 -2. ഈ പ്ലസും മൈനസും വരുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ 2 ചിഹ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരൊറ്റ ചിഹ്നമാക്കി എഴുതണം. അതായത് ഇപ്പോൾ നെഗറ്റീവ് ഇങ്ങനെയാണ് വരണേന്ന് വെച്ചോ. അതായത് ഇപ്പോൾ നെഗറ്റീവും വന്നാൽ നമ്മൾ അതിന് പകരമായിട്ട് എന്ത് എഴുതാം? പോസിറ്റീവ് എഴുതാം. പോസിറ്റീവും നെഗറ്റീവും വന്നാൽ എന്താ? നെഗറ്റീവും പോസിറ്റീവും വന്നാലും എന്ത് തന്നെയാണ്? നെഗറ്റീവ് തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനത്തെ 2 ചിഹ്നങ്ങൾ മാറ്റിയിട്ട് ഒരൊറ്റ ചിഹ്നമാക്കിയിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ എന്തുണ്ട്? -2 ഉണ്ട്. ഇവിടെ പോസിറ്റീവും ഇവിടെ ഒരു നെഗറ്റീവും. അപ്പോൾ എന്താ എഴുതണ്ടേ? -5. ഇനി നോക്കിയേ, ഇനി ഇത് രണ്ടും എന്താ? ഒരേ ചിഹ്നത്തിലുള്ളതാണ്. -2ഉം -5ഉം. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ടിനെയും കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ 2ഉം 5ഉം കൂട്ടി 7. പിന്നെ പൊതുവായിട്ടുള്ള ചിഹ്നം ഏതാ? നെഗറ്റീവ്. അപ്പോൾ -7 തെറ്റിക്കരുത്. ഇനി എ ബി എന്താ? -2 × -5. നെഗറ്റീവ് × നെഗറ്റീവ് എന്താ? പോസിറ്റീവ്. അപ്പോൾ 5 × 2 10. അപ്പോൾ പോസിറ്റീവ് 10. അപ്പോൾ നമുക്ക് എ ബിയും കിട്ടി എ പ്ലസ് ബിയും കിട്ടി. ഇനി എന്താ ഇക്വേഷൻ? x² പ്ലസ് എ പ്ലസ് ബി എത്രയാ? -7 × x പ്ലസ് എ ബി പ്ലസ് 10. ഒരു നമ്പറിന് ഒരു ചിഹ്നമേ ആവശ്യമുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇങ്ങനെ 2 ചിഹ്നമായിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരൊറ്റ ചിഹ്നമാക്കി എഴുതണം. x² ഈ പോസിറ്റീവും നെഗറ്റീവും വരുമ്പോൾ എന്ത് ചെയ്തും? -7x പ്ലസ് 10. ഇതാണ് ആൻസർ. കിട്ടിയില്ലോ? എളുപ്പമല്ലേ ഈ കണക്കുകൾ? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അല്ല ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. കൂട്ടുകാരുടെ അടുത്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പ്ലീസ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.